നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 2 ഘട്ടങ്ങളിലായി നടക്കുന്ന വോട്ടെടുപ്പ്. നവംബർ 6-നും 11-നുമായി ബീഹാറിലെ 243 സീറ്റുകളിലും ജനം വിധിയെഴുതും. വോട്ടെണ്ണൽ ഫലം 14-ാം തീയതി, അതായത് നവംബർ 14-ാം തീയതി പ്രസിദ്ധീകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നത് RJD ആയിരുന്നുവെങ്കിലും ഉപതെരഞ്ഞെടുപ്പുകളും മറ്റ് അട്ടിമറികളും ഒക്കെ നടന്നപ്പോൾ BJPക്ക് 80 സീറ്റുകൾ എന്ന നിലയിലേക്ക് എത്തി. JDU ആകട്ടെ 45 സീറ്റുകളിലേക്ക് ഒതുങ്ങുന്ന സാഹചര്യവും ഉണ്ടായി. ഇക്കുറി NDA എന്ന രീതിയിൽ BJP ലക്ഷ്യം വെക്കുന്നത് ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയുമോ, അതിനുള്ള സാധ്യതകൾ എങ്ങനെയാണ്, JDUവിനെ അനുസരിപ്പിക്കാനും അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ് BJP എങ്കിൽ അതിനുവേണ്ടി ഉതകുന്ന എല്ലാ സഹായങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇതിൽ വലിയൊരു അട്ടിമറി ഇനിയും നടക്കാനിരിക്കുന്നേയുള്ളൂ എന്ന രഹസ്യമാണ് പുറത്തു വരുന്നത്. അതായത് 243 മണ്ഡലങ്ങളിൽ ഓരോ മണ്ഡലങ്ങളിലും ശരാശരി 5000 മുതൽ 10000-ഓളം വോട്ടുകൾ പല സ്ഥലങ്ങളിലും, അത് കൃത്യമായും ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായി അവിടെ നിന്ന് ഒഴിവാക്കുന്ന രീതിയിൽ അവിടെ ഭിന്നിപ്പ് നടത്തിയിരിക്കുന്നു. വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേടുകൾ നടന്നതുമായി ബന്ധപ്പെട്ട വോട്ട് ചോരി വിഷയം നമുക്കറിയാം. പാട്നയിലും ബീഹാർ മൊത്തത്തിലും ഇളക്കി മറിച്ച രീതിയിലുള്ള വലിയ ഒരു പ്രചരണം രാഹുൽ ഗാന്ധിക്ക് നടത്താൻ കഴിഞ്ഞു. 8.5 ലക്ഷം ഉദ്യോഗസ്ഥരെ നിയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുമ്പോൾ 7.5 കോടിയോളം വരുന്ന വോട്ടർമാരാണ് ബീഹാറിൽ സമ്മതിദാനം രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ അവിടെ വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്. വോട്ടർ പട്ടികയിൽ വീണ്ടും ക്രമക്കേടുകളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് സംഭവിക്കുന്നത്. അതായത് നമുക്കറിയാം, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. കഴിഞ്ഞ തവണയും ഏതാനും ചില ലക്ഷങ്ങളുടെ വ്യത്യാസം മാത്രമാണ് 2 മുന്നണികൾ തമ്മിൽ ഉള്ളത്. അതായത് 2 മുതൽ 5 ലക്ഷം വരെയുള്ള വ്യതിയാനം മാത്രമേ ടൈറ്റ് കോമ്പറ്റീഷൻ ആയാൽ നടക്കുകയുള്ളൂ. ഇക്കുറി നേരിയ മുൻതൂക്കം BJPക്കാണ് എന്ന രീതിയിൽ ഗോദി മീഡിയകൾ പ്രചരണം തുടക്കത്തിലേ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ നേരിയ മുൻതൂക്കം ആരാണ് കൊടുത്തത്? ബീഹാറിലെ ജനങ്ങളല്ല. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതുവരെയും പരിഹരിക്കപ്പെടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് BJPക്ക് ആ നേരിയ മുൻതൂക്കം കൊടുത്തത് എന്ന് പ്രഥമ ദൃഷ്ട്യാ വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. തേജസ്വി യാദവ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ബീഹാറിലെ മുഴുവൻ ജില്ലകളിലും വലിയ തോതിലുള്ള ക്രമക്കേടുകൾ നടത്താൻ വേണ്ടി വരണാധികാരികളെ വരെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വരണാധികാരികളെ പോലും BJPക്ക് അനുകൂലമായ BJP പോളിംഗ് ഏജന്റുമാരുടെ പ്രവർത്തനം പോലെയാണ് അവരുടെ രീതികളും സ്വഭാവവും എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമാണ്. അതായത് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമം. ഈ തെരഞ്ഞെടുപ്പ് വിധി ഏതൊക്കെ രീതിയിലായിരുന്നാലും ഇതിനകത്തുള്ള പ്രസക്തമായിട്ടുള്ള സംശയങ്ങൾ ഒന്നും ദൂരീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം.